ഇനി ലൈവ് വേദികളിൽ ലൈവായിട്ട് ആരും തന്നെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്ത, അധികം ചെയ്യാത്ത ഒരു ഗാനമാണ് നമ്മൾ ഇവിടെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. രവീന്ദ്രൻ മാഷ് ഈണം നൽകി മധു രചിച്ച ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ആ ഗാനവുമായിട്ട് വേദിയിലെത്തുന്നു സാബു വൈക്കം ആറ്റ് കലാഭവൻ. സാബു. खुदा से याज़ मेरी कभी ये रात न गुजरे, मोहब्बत का हर एक लम्हा, मोहब्बत का हर एक लम्हा तेरी बाहों में अब गुजरे. तू बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा दिलवा सुभान अल्लाह, कभी शबनम कभी शोला. मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना. तू बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा दिलवा सुभान अल्लाह, कभी शबनम कभी शोला. मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना. तेरे आशिक किस बात का शर्माना, किस बात का शर्माना. तू सीने सीने गाले ना चलेगा बहाना, ना चलेगा बहाना. हुस्न लाजवाब है, हुस्न लाजवाब है, खुली हुई किताब है, खुली हुई किताब है. पर्दा सरकाना जलवा दिखलाना. हम नहीं बेगाने, माने या ना माने हम तेरे दीवाने. तू बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा जलवा सुभान अल्लाह, कभी शबनम कभी शोला. मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना. जाम जवानी का तो होठों से पिला दे, पिला दे. रंग भरी महफिल में तू गुल नया खिला दे. ये यादा ये कमाल है, हाँ ये हुनूर बेमिसाल है. जाम जवानी का तो होठों से पिला दे, तू होठों से पिला दे. रंग भरी महफिल में तू गुल नया खिला दे, गुल नया खिला दे. ये यादा ये कमाल है, ये यादा ये कमाल है. ये हुनर बेमिसाल है, ये हुनर बेमिसाल है. ये समा सुहाना मिटाना. हम नहीं अनजाने, माने या ना माने हम तेरे मस्ताने. तू बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा जलवा सुभान अल्लाह, कभी शबनम कभी शोला. मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना. ശ്രീയേട്ടാ, എനിക്ക് തോന്നുന്നു അധികം നമ്മൾ വേദികളിൽ കേൾക്കാത്തൊരു പാട്ടായിരുന്നു അല്ലേ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന മോഹൻലാലിനെ. ആ
സത്യത്തിൽ ഒരുപാട് ഷോസിന് ഞങ്ങൾ വെളിയിൽ പോയിട്ടുണ്ട്. കണ്ടമാനം ഷോ, മോഹൻലാൽ ഷോയ്ക്ക്. അതിന് മോഹൻലാൽ സ്ഥിരമായിട്ട് പാടുന്നൊരു പാട്ടാണ് ഈ ഗാനം. മാത്രമല്ല എൻ്റെ പാട്ട് പുസ്തകമുണ്ട്, എൻ്റെ ഒരു നിധിയാണത്. അതിനകത്ത് ഒരുപാട് പേര് എൻ്റെ പുസ്തകത്തിൽ പാട്ട് എഴുതി വെച്ച പാട്ടുണ്ട് ഗാനമളി. ഈ പാട്ട് മോഹൻലാലിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലാണ് കിടക്കുന്നത്. അതുപോലെ കൊച്ചി നനിഫ എഴുതിയ കൈയക്ഷരമുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അസാധ്യമായിട്ട് പാടിയേട്ടാ. നിങ്ങൾ രണ്ടുപേരും അടിച്ച് പൊളിച്ചു. സൂപ്പർ. ഈ സിനിമ വരുമ്പോഴത്തേക്ക് എനിക്ക് 5-6 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ഏത് വർഷത്തിൽ വന്നാന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ തീരെ പൊടിയാണ് ഞാൻ. എന്നെ കള്ളം പറഞ്ഞ് പറ്റിച്ചിട്ട് എൻ്റെ അച്ഛനും അമ്മയും റൊമാൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പടം പോയി കണ്ടു. എന്നിട്ട് എന്നെ ചുമ്മാ കളിക്കാൻ വിട്ടിട്ട് പോയതാ. എന്നിട്ട് തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവർ പടം കാണാൻ പോയതാന്ന്. എന്നിട്ട് ഞാൻ പൂരെ അടി ഉണ്ടാക്കി വീട്ടിൽ, എങ്ങനെ നിങ്ങൾ എന്നെ വിട്ടിട്ട് പോകും എന്ന് പറഞ്ഞിട്ട്. അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടൊരു സിനിമാ പാട്ടിൻ്റെ കാസറ്റ് വാങ്ങി തരുന്നത് ഹിസൈനസ് അബ്ദുള്ളയുടെ കാസറ്റാണ്. സോ ആ കാസറ്റ് തേയുന്ന വരെ ഞാൻ ഇട്ട് കേട്ടിട്ടുണ്ട്. അതിൽ എല്ലാ പാട്ടിൻ്റെയും എല്ലാ വരികളും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സോ നിങ്ങൾ രണ്ടുപേരും പാടുമ്പോൾ എനിക്ക് ആ കുഞ്ഞ് അഭിരാമിയുടെ ഓർമ്മയാണ് എനിക്ക് എൻ്റെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരുന്നത്. ആൻഡ് ബ്രില്യൻറ്റ് ജോബ്, ബ്രില്യൻ്റ് ആയിട്ട് പാടി. ഇത് വേദിയിൽ ലൈവായിട്ട് പാടാൻ പറ്റുന്നൊരു പാട്ടേ അല്ല. അതിൻ്റെ ആ ഒരു പേസും ബ്രെത്ത് എടുക്കാൻ സ്ഥലമില്ല ഈ പാട്ടിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് അത് പാടാനായിട്ട്. പക്ഷെ നിങ്ങൾ അസാധ്യമായിട്ട് പാടി. ഐ എം സോ ഹാപ്പി നിങ്ങൾ പാടുന്ന എനിക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റി എന്നുള്ളതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സൂപ്പർ.